എന്റെ പൊന്നു രേണു, പശുവും ചത്തു മോരിലെ പുളിയും പോയി. സ്റ്റിൽ 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 എനിക്ക് അക്ബറിനോട് പൊറുക്കാൻ പറ്റില്ല. വാട്ട് ഈസ് ദിസ്? ഈ കണ്ടന്റ് മാറ്റി പിടിക്കേ. കണ്ടന്റ് മാറ്റേണ്ട സമയം കഴിഞ്ഞു. എന്റെ പൊന്നു രേണു, ഞാൻ പറയട്ടെ, രേണുവിനെ സോഷ്യൽ മീഡിയയില് നല്ലൊരു സിഗ്നേച്ചർ ഉണ്ടാക്കിയിട്ടാണ് താനകത്ത് പോയിരിക്കുന്നത്. നല്ലൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. എല്ലാവരും രേണുവിനെ പറ്റിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. രേണു അതിന്റെ ഉള്ളില് ഓൺ കണ്ടന്റ് ഉണ്ടാക്കി രേണുവിന് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും, നിൽക്കാൻ പറ്റും. പക്ഷേ ഇപ്പോ പലയിടത്തും സുധിയെ പറ്റി സംസാരിക്കും. ആദ്യത്തെ പ്രാവശ്യം സുധിച്ചേട്ടനെ പിള്ളേരെ പറ്റി സംസാരിച്ചത് ഓക്കെ, അത് ഏതൊരു വ്യക്തിക്കാണെങ്കിലും അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് കഴിയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് സുധിച്ചേട്ടനെ പറ്റി സംസാരിക്കുക, ഋതപ്പനെ പറ്റി സംസാരിക്കുക, സ്കൂളിൽ പോയോ നീ അമ്മയെ മറക്കരുത്, ആ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ മേ ബി അതിനെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. മെന്റൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം അതിന്റെ ഉള്ളിൽ ഒരു സിറ്റുവേഷൻ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് നമ്മുടെ ഭയങ്കര ലോൺനെസ് തോന്നും, മിസ്സിങ് തോന്നും, ലൈക്ക് വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ തന്നെ ആയതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം അങ്ങനത്തെ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ വരാം. പക്ഷേ ഈ കണ്ണാടിയിൽ നോക്കിയിട്ടുള്ള സംസാരം, അതിൽ ഏറ്റവും ഞാൻ ചിരിച്ച സംഭവം ഇതാണ്. തത്തമ്മ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട്, ഓ ഇതിന് കണ്ണുമില്ലേ? ആ സംഭവം ഭയങ്കര വൈറലായി. കാരണം ആ പെട്ടെന്നുള്ള ഒരു സഡൻ ചേഞ്ച്, കരച്ചിലും റിയാലിറ്റി മനസ്സിലാക്കിയിട്ടല്ലോ ഇതിന് കണ്ണുമില്ലേ എന്ന് പറയുന്ന ഒരു സംഭവം ഒക്കെ ഓക്കെയാണ്, ഫണ്ണാണ്, ഓക്കെ. പക്ഷേ ഇപ്പൊ ഈ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച സംഭവം, അത് സംസാരിച്ചു, അതിനെപ്പറ്റി സംസാരിച്ചു. അതിനോറയ്ക്കും പണിഷ്മെന്റ് കൊടുത്തു, ഐ മീൻ ചോദിച്ചു, അക്ബറിനും ചോദിച്ചു, അക്ബറിന് പണിഷ്മെന്റും കൊടുത്തു. പിന്നെയും സ്റ്റിൽ ഞാൻ പൊറുക്കില്ല എന്നും പറഞ്ഞ് നടക്കുക. അത് വർക്കൗട്ട് ആവില്ല. ഇതിപ്പോ ഞാൻ പറയുമ്പോ കുറെ ആൾക്കാർ വന്ന് ഇങ്ങോട്ട് പറയും, നീ എന്തെന്നാ കാണിച്ചത്. കാരണം ഈ ആൾക്കാർ ചോദിക്കുന്നവരുടെ വിഷയം എന്താന്ന് വെച്ചാൽ, അവരിഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് തേങ്ങ കാണിച്ചാലും അവർക്കൊരു വിഷയമല്ല. എന്നാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ന്യായം പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലെ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. സോ ഐ ഡോണ്ട് കെയർ ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി, എനിക്ക് ഇഷ്ടമുള്ള വ്യക്തികളാണെങ്കിലും അവർ തെറ്റ് കണ്ടാൽ അവർ ചെയ്തത് ശരിയായില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു വ്യക്തിത്വമാണ് എനിക്ക്. അതിപ്പോ ആര് വിചാരിച്ചാലും ആ വ്യക്തിത്വത്തിനെ മാറ്റാൻ പറ്റത്തില്ല. അതെനിക്കൊരു വലിയ കുറവായിട്ടും തോന്നുന്നില്ല. രേണു ഓക്കെ, നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്, എന്നോട് സംസാരിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് രേണു എന്ത് ചെയ്താലും അതിനകത്ത് മുടന്ന ന്യായങ്ങൾ കണ്ടുപിടിക്കാൻ അതെന്റെ മനസാക്ഷി സമ്മതിക്കില്ല. ഇപ്പൊ രേണു കൊണ്ട് നടക്കുന്ന ഈ സ്ട്രാറ്റജി എത്ര വേഗം വിടുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ ലൈക്ക് ആ ഒരു വീഡിയോ ചോദിച്ച കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എല്ലാ ആഴ്ചത്തെ എടുത്തു വെച്ചിട്ടുണ്ടോ? അപ്പൊ രേണു അവിടെ പറഞ്ഞു, എന്റെ പൊന്നു കസിനെ ഇമാതിരി പണി ചെയ്യാൻ നിൽക്കില്ലേന്ന്. അപ്പൊ കസിനാണോ PR? അപ്പോ അവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെയോ ചിൽ ഫിഷി സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ ബ്രില്യന്റ് ഗെയിം ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അത് നേരെ കസിന്റെ അടുത്തേക്ക് പോകുന്നു. ഇതിനു മുമ്പ് ഒരു വീഡിയോ റിമൂവ് ചെയ്ത കാര്യം ഞാൻ ചോദിച്ചപ്പോൾ, ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു വ്യക്തിത്വത്തിന്റെ വീഡിയോ റിമൂവ് ചെയ്തിട്ട് സീക്രട്ട് ഏജന്റ് ഒക്കെ ആ വീഡിയോ എടുത്ത് സംസാരിക്കണ്ടായിരുന്നു. അപ്പോഴും രേണു പറഞ്ഞത് എന്റെ കസിനാണ്, എനിക്കൊന്നും അറിയില്ല എന്നാണ്. ഇപ്പൊ എന്റെ പേജിൽ യൂട്യൂബില് വീഡിയോ ഇടുന്നത് പിള്ളേരുകളാണ്. അപ്പോൾ എനിക്കറിയാം ഏത് വീഡിയോ ആണ് അതിനകത്ത് പൊട്ടാൻ പോകുന്നത്, എന്താണ് അതിനകത്ത് തമ്പ് വരുന്നത്, എന്താണ് അതിനകത്ത് ക്യാപ്ഷൻ വരുന്നത്. ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് പറയുന്നതല്ല, ചെറിയൊരു റീൽ ആണെങ്കിലും ഒരു സ്റ്റോറി ആണെങ്കിലും എന്റെ പേജിലോട്ട് പോകുന്നത് എന്താണെന്ന് നോക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. കാരണം ഇത് പബ്ലിക്കിലോട്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ കസിനോട് അടുത്താണെങ്കിലും അത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു. എന്താണ് പേജിൽ കസിൻ അപ്പോ രേണുണ്ട് ചോദിക്കാതെ ആണോ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നത്? ഇവിടെ എന്തോ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. വോട്ടെവർ, അവിടെ എത്തോടലും കാര്യങ്ങളൊക്കെ ചെയ്തു, ആയിക്കോട്ടെ, ഫൈൻ. അപ്പം ഞാൻ പറയുന്നത് കുറച്ചും കൂടിയും കണ്ടന്റ് രേണുവിന്റെ ഭാഗത്തു നിന്ന് രേണുവിന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ലാലേട്ടൻ അക്ബറിന് പണിഷ്മെന്റ് കൊടുത്തോണ്ട് അത് പുറത്ത് നന്നായിട്ട് കത്തിന്ന് മനസ്സിലായിട്ടോണ്ടാണോ എന്തോ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും പൊറുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു വേണ്ടിയിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി ചോദിക്കും, ഇത് കഴിഞ്ഞ കേസല്ലേ, പിന്നെ അത് തന്നെ എന്തിനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. രേണുവിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോടാണ് എന്റെ ചോദ്യം, എന്തുകൊണ്ടായിരിക്കും രേണു ഇപ്പോഴും പൊറുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണേന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് എനി ടൈപ്പ് ഓഫ് ഗെയിം സ്ട്രാറ്റജി ആണോ, അതോ ലൈക്ക് പുറത്ത് ഇതിനേക്കാൾ വലുത് കേട്ടിട്ടുണ്ട്, ഒരു സ്ത്രീ കേൾക്കാൻ പാടില്ലാത്ത അത്രയും കേൾക്കലും ചോദ്യങ്ങളും ആ ആള് ഫേസ് ചെയ്തിട്ടാണ് അതിന്റെ അത് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യക്തിത്വത്തിന് ഇപ്പൊ രേണു പറയണ്ടേ, ചമ്മിപ്പോയി, ഓക്കെ ഫൈൻ, ചമ്മിപ്പോയി, പെട്ടെന്ന് അത് കേട്ടപ്പോ ചമ്മിപ്പോയി. ആ ഒരു വികാരത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പം എപ്പോഴും രേണു പറയാറുള്ളതാണ്, ഇതിലും വലുത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കിതൊന്നും വിഷയമല്ല, എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണം. ഐ റെസ്പെക്ട് ഹർ, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ആ വ്യക്തിത്വം. ഒരു അമ്മയാണ്, ഒരു മകളാണ്, അതേപോലെ ആൾക്ക് കുറെ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതൊക്കെ വച്ചു നോക്കുമ്പോൾ മുന്നോട്ട് പോവാൻ, ജീവിക്കാൻ കാണിക്കുന്ന ആ ഒരു എനർജി ഐ റെസ്പെക്ട്. പക്ഷെ ഇപ്പോഴും പൊറുക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് എനിക്ക് ക്രിഞ്ചായിട്ട് തോന്നുന്നത്. കണ്ടന്റ് മാറ്റി പിടിക്കുന്ന സമയമായി.